അപ്പോൾ ഒരു സാറ്റർഡേ ഈവനിങ് ആണേ, 5:30 PM ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈവനിങ് അമ്മയുടെ വീട്ടിലേക്കൊന്ന് പോവാം എന്നോർത്തു. പാമ്പുണ്ടാവും നോക്കണം. ആദ്യമായിട്ട് ഇതിലും നോക്കണം. മൊത്തൂട്ടി ഉള്ളിലുണ്ടാവും. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പാമ്പില്ല, എന്തെങ്കിലും ചാതി ഉണ്ടാവും. അടിക്കും തുറക്കോ. ചെറിയൊരു മഴക്കാറുണ്ട്. മഴ തുടങ്ങുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗോള്. ഞങ്ങളൊരു ചെറിയ ഷോർട്ട് കട്ട് വഴിയാണ് ഇപ്പോൾ തിരിച്ചു പോകാൻ പ്ലാന്. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ അടുത്തു കൂടെയുള്ള വഴി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഒരു ഗ്രാമപ്രദേശമാണ്. എസ്പെഷ്യലി ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ ടൗണിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ ഈ ഗ്രാമ വഴിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ ട്രാൻസിഷൻ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. കുറേ പാലവും പുഴയും കുറച്ച് കാടും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഈ റൂട്ട് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാൻ കാരണം അത് തന്നെ. നമുക്കൊരു ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ് ഇതുവഴി പോകുമ്പോൾ. ഗുഡ് മോർണിംഗ്. രാവിലെ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പം സൂര്യൻ ഉദിച്ച് വരാനിങ്ങനെ ഉള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് കോടമഞ്ഞൊക്കെ ഉണ്ട്. അതൊരു സീസണലായിട്ട്. അപ്പം ഇന്നിപ്പോൾ കുറച്ചൊരു ഡ്രൈ ഡേ ആണെന്നാണ് തോന്നുന്നത്. മഴയുടെ ലക്ഷണങ്ങളൊന്നും അത്രയ്ക്കില്ല. ഇപ്പോൾ പഴങ്ങളുടെ കാലമാണ്. ചക്കയായിട്ടും മാങ്ങയായിട്ടും ഒക്കെ എല്ലാം വിളവെടുക്കുന്നൊരു സമയമാണ്. ഞങ്ങൾ വരാൻ നേരത്താണ് അമ്മ പറയുന്നത് ഈ ചക്ക ഇങ്ങനെ പഴുത്ത് വീർത്ത് നിൽക്കുന്നുണ്ട് എന്ന്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതിട്ടിട്ട് അതിൻ്റെ ചുളപ്പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഈ ഭാഗത്തൊക്കെ പാടായിരുന്ന സമയത്ത് ഇതുവഴിയായിരുന്നു എല്ലാവരും പുഴയ്ക്ക് പോകുന്നത്. ഇപ്പോൾ അധികം ആരും പുഴയ്ക്കൊന്നും പോയി ശീലമില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ പുല്ലാണ് ഈ വഴിയിൽ. ഞങ്ങൾ വല്ലപ്പോഴും ഇതുവഴി പുറത്ത് ഇറങ്ങി നടന്നാലായി. ഇപ്പം അന്ന് നമ്മൾ പഴയ വീഡിയോയിൽ കണ്ട പോലെ ഇപ്പം അത്ര വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പം നല്ലോണം ഒഴുക്കിലുണ്ട്. ഇവിടെ ഒരു ചെറിയ കല്ലുണ്ട്. അവിടെ നമുക്ക് കഴുകാം. എന്തെങ്കിലും തുണിയൊക്കെ കഴുകാനുള്ള ചില ആൾക്കാരൊക്കെ അവിടെ വന്ന് തുണിയൊക്കെ നനയ്ക്കാറുണ്ട്. ഇനിയിപ്പം നല്ലോണം മഴയൊക്കെ തുടങ്ങുമ്പം ഇതൊന്നും ഈ ചാലിലെ വെള്ളം കുറച്ചും കൂടെ കൂടും. കാണുന്ന ആ ഒരു റോഡുണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ആ ഒരു ലെവലിലേക്ക് വെള്ളം അങ്ങനെ പോകും. ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ പണ്ട് കുരുത്തി ഇട്ടിട്ട് നോക്കുമായിരുന്നു. ഇപ്പം അത്ര ആഴമൊന്നുമില്ല. കുരുത്തി എന്ന് പറഞ്ഞാൽ ഈ ചൂലിൻ്റെ ഈർക്കിലൊക്കെ കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു മീൻ പിടിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പം കാണിച്ചു തരാൻ ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്ത് കുരുത്തി നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ ചാലിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 കിലോയോളം കിട്ടിയിട്ടുണ്ട് പണ്ട്. അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഗ്യാപ്പിലാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഒരു കടലാസ് തോണ്ടി കുറച്ച് ഉണ്ടാക്കി ഒഴുക്കി വിട്ടാലോ എന്നൊരു ആലോചനയുണ്ട്. എന്തായാലും ഇനി അടുത്ത തവണ ആവട്ടെ.
ഇന്നൊരു ചിക്കൻ കറിയാണ് വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നാടൻ ചിക്കൻ കറി, പിന്നെ ചേനയുടെ ഇല തിരുമ്പി വെച്ചിട്ടുണ്ട്, ഉപ്പും കുരുമുളകായിട്ട്. അതാണ് ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ ഇന്നലെ ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഉച്ചയ്ക്കൊരു പിടി പിടിക്കണം. വീട്ടിൽ വരുന്ന സമയത്താണ് ഇതുപോലെ ചെമ്പരത്തി താളിയൊക്കെ തലയിൽ തേച്ചിട്ട് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഫ്രീ ആയിട്ട് മുടിയൊക്കെ കഴുകാം. അപ്പം നല്ല കാച്ചി എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കല്ലിൽ കുത്തി അരച്ചിട്ട്, സാധാരണ ഈ ചെമ്പരത്തീൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തി മൊട്ട് പൂവൊക്കെ ചേർക്കും. ഇന്ന് ഞാൻ ചെമ്പരത്തിയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെമ്പരത്തിയുടെ ഇല നല്ലോണം ചതച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് അത് കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്ത് തേക്കുമ്പം, ചെറുപ്പം തൊട്ടേ നമ്മൾ സൺഡേകളിൽ തേക്കുന്ന താളിയാണിത്. ഈ സ്ഥിരമായിട്ട് താരൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലൊരു റെമഡിയും കൂടിയാണ്. മസാല തിരിഞ്ഞു വെച്ചിട്ടാണ് ചിക്കൻ ഓൾറെഡി എപ്പോഴും ചിക്കൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ പൊതുവേ അത് മാത്രമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉപ്പേരി വിളമ്പിയപ്പോൾ ഉണ്ടായ പ്രത്യേകമായിട്ടുള്ള മുഖഭാവം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫൈബർ കമ്പോണൻറ്റും കൂടി എന്തായാലും കഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു രീതി, ശരിയായിട്ടുള്ള രീതി. റീൽസിലൊക്കെ കാണുന്ന സമയത്ത് പാലക്കാടിലെ ഫേമസ് ആയിട്ടുള്ള കുളങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു നല്ല നീളമുള്ള കുളം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ കുളം നമ്മുടെ വീടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 5:15 അപ്പം നമ്മൾ ആ കുളം ഒന്ന് പോയി കാണാം എന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലൊരു ഷോർട്ടായിട്ടൊരു വഴിയുണ്ട്. അവിടെ കുറച്ചൊരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് മെയിൻ റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ക്ഷേത്രത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അവിടെ ഒരു വാമനമൂർത്തി ക്ഷേത്രമാണ്. ഞങ്ങളിപ്പം ആ ക്ഷേത്രത്തിലെത്തി. അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിക്കാണ്ട് തന്നെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതുവഴിയാണ് നമുക്ക് കുളത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സ്പേസ് ഉള്ളത്. നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത് കുളം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ തൊഴുകാൻ നിൽക്കുന്നില്ലായിരുന്നു.
ഒരു നല്ല ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ അലൗഡാണ്. പക്ഷേ അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. ഒരു ഡേ ടൈമിൽ 10 to 4 മാത്രമേ അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഫോണിലൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊന്നും നമ്മൾ എക്സ്ട്രാ ഫീ കൊടുക്കണ്ട, നമുക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാം. ഡിജിറ്റൽ ക്യാമറ ഒക്കെ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി പെർമിഷൻ വാങ്ങിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള ഇടുങ്ങിയ വഴി ചെന്ന് അവസാനിക്കുന്ന ഭാഗത്താണ് ഈ കുളം ഉള്ളത്. ഇതൊരു നോർമൽ ഒരു ചവിട്ടുപാതയാണ്. ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നല്ലോണം തിരക്കാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചുറ്റും നല്ല പച്ചപ്പുള്ള പാടങ്ങളും അതിന് നടുവിൽ ഒരു വലിയ കുളവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കുളം. അതിൻ്റെ ഏറ്റവും ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയുക നല്ലോണം മഴയുള്ള ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ശ്രീകൃഷ്ണപുരം എന്നുള്ള പഞ്ചായത്ത് തന്നെ ഈ കുളത്തിൻ്റെ പേരിൽ ഫേമസ് ആണ് ഇപ്പം. വീണ്ടും ഒരു തിരക്ക് പിടിച്ച മൺഡേ മോർണിംഗിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഒരു ഹാപ്പി ആയിട്ട് നോർമലായിട്ടുള്ള ഒരു സൺഡേ കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നു. ഇനി അടുത്ത സാറ്റർഡേ സൺഡേ വരേക്കും നമ്മുടേതായിട്ടുള്ള തിരക്കുകളിലും നമ്മുടേതായിട്ടുള്ള ജോലികളുടെയും ഇടയിൽ അങ്ങനെ കഴിയും.